എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നത്. കേറ്ററ്റുമായി ബന്ധപ്പെട്ട് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ധാരാളം കൺഫ്യൂഷനും അതുപോലെ തന്നെ ടെൻഷൻസും എല്ലാ അധ്യാപകർക്കും ഉണ്ടെന്നറിയാം. ടെറ്റ് പാസ്സാകാത്ത എല്ലാ അധ്യാപകർക്കും ഉണ്ടെന്നറിയാം. അപ്പോൾ നമുക്കറിയാം 2025 സെപ്റ്റംബർ 1 ഒരു വിധി വന്നിരുന്നു. ടെറ്റ് അതായത് എല്ലാ അധ്യാപകർക്കും സർവീസിലുള്ള എല്ലാ അധ്യാപകർക്കും ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു നിയമം വന്നിരുന്നു. അപ്പം അതിനോടനുബന്ധിച്ച് ധാരാളം ടെൻഷൻ അതുപോലെ തന്നെ ഹർജികൾ പുനഃപരിശോധന ഹർജികളൊക്കെ സുപ്രീം കോടതിക്ക് മുമ്പിൽ എത്തിയിരുന്നു. 45ഓളം ഹർജികളാണ് റിവ്യൂ പെറ്റീഷൻസ് ആണ് സുപ്രീം കോടതിയിൽ എത്തിയത്. അപ്പം അതിനോടനുബന്ധിച്ച് ഈ തീരുമാനം അതായത് അധ്യാപകർക്ക് ടെറ്റ് വേണം എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ 2027 ഓഗസ്റ്റ് 30 അകം സർവീസിലുള്ള എല്ലാ അധ്യാപകരും ടെറ്റ് കരസ്ഥമാക്കിയിരിക്കണം എന്ന തീരുമാനത്തിലാണ് എത്തിയത്. അപ്പോൾ വീണ്ടും പുനഃപരിശോധന വന്നു. റിവ്യൂ പെറ്റീഷൻ്റെ ഭാഗമായിട്ട് വീണ്ടും സുപ്രീം കോടതി പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ അധ്യാപകർക്കും ടെറ്റ് നിർബന്ധമാണ്. പകരം 2027 എന്നുള്ളത് 2028 ഓഗസ്റ്റ് 30 എല്ലാ അധ്യാപകരും സർവീസിലുള്ള എല്ലാ അധ്യാപകരും ടെറ്റ് കരസ്ഥമാക്കിയിരിക്കണം എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അറിയാം നെറ്റ് സെറ്റ് PhD ക്വാളിഫിക്കേഷൻ ഉള്ള ധാരാളം അധ്യാപകരുണ്ട്. എന്നിരുന്നാൽ പോലും സർവീസിലുള്ള അധ്യാപകർ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ടെറ്റ് അടിസ്ഥാന യോഗ്യതയായിരിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ള റിവ്യൂ പെറ്റീഷനുകളെ പുനഃപരിശോധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കേറ്ററ്റ് എന്തായിരുന്നാലും കേറ്ററ്റ് നിർബന്ധമാണ് എന്നുള്ള തീരുമാനത്തിലാണ് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. കാരണം അടിസ്ഥാനമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ടെറ്റാണ്. ഇത് അന്തിമമായിട്ടുള്ള തീരുമാനമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, റിവ്യൂ പെറ്റീഷൻ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കൊടുക്കാനുള്ള പെറ്റീഷൻ എന്ന് പറയുന്നത് ക്യൂറേറ്റീവ് പെറ്റീഷൻ ആണ്. ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നീതി നടപ്പാക്കാൻ സാധിക്കുമോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് എപ്പോഴും ക്യൂറേറ്റീവ് പെറ്റീഷൻസ് സമർപ്പിക്കാറ്. അപ്പം ഇനിയും നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യൂറേറ്റീവ് പെറ്റീഷൻ ആണ്. എന്നിരുന്നാൽ പോലും ഇനി ക്യൂറേറ്റീവ് പെറ്റീഷൻ സമർപ്പിച്ചാൽ പോലും ടെറ്റ് നിർബന്ധമാണ് എന്നുള്ള അന്തിമ തീരുമാനത്തിലേക്കാണ് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. ഇനി അധ്യാപകർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2028 ഓഗസ്റ്റ് 31 സർവീസിൽ കയറുക എന്നുള്ളതാണ്. സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി കേറ്ററ്റ് എന്ന സ്വപ്നം നേടിയെടുക്കുന്നതിനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ബാച്ച് ആരംഭിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി നമുക്ക് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. 2026 നമുക്ക് കോടതി തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 2028 ഓഗസ്റ്റ് 31. അപ്പം അതിനു മുമ്പ് നമുക്ക് ടെറ്റ് നേടിയെടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു 1,00,000-ഓളം അധ്യാപകരെയാണ് ഇത് ബാധിക്കുക. തീർച്ചയായും കേറ്ററ്റ് നേടാൻ ചലഞ്ചർ ആപ്പ് നിങ്ങളെ സജ്ജമാക്കും. ഉറപ്പായിട്ടും ചലഞ്ചറിലൂടെ തന്നെ നിങ്ങൾ കേറ്ററ്റ് നേടാനായി ശ്രമിക്കുക. ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കേറ്ററ്റിൻ്റെ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. ഇനിയും കോടതി വിധി മാറ്റുക അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നന്നായി പഠിക്കുക എന്നുള്ളതാണ്. നന്നായി പഠിക്കുക, അതിനെ ചലഞ്ചർ ആപ്പ് നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കുന്നതാണ്. കോടതി വിധി എന്തുമായിക്കൊള്ളട്ടെ, പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും ആകട്ടെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നന്നായി പഠിക്കുക, ടെറ്റ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല മാർഗമാണ് ചലഞ്ചർ ആപ്പ്. കേറ്ററ്റ് നേടാനായി ഓരോ അധ്യാപകരെയും ചലഞ്ചർ ആപ്പ് സജ്ജമാക്കും. ആത്മാർത്ഥതയോടെ പരിശ്രമിക്കാം. സ്പെഷ്യൽ കേറ്ററ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ടെറ്റ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്